പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ദേവയാനി മനസ്സിലാക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ ദേവയാനി കുളി കഴിഞ്ഞിങ്ങനെ വരുന്ന സമയത്താണ് ദേവയാനിയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. ആരാണ് വിളിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ദേവയാനി ഫോൺ എടുക്കുമ്പോൾ ഇത് അറിയാത്തൊരു നമ്പറാണല്ലോ, ഫോൺ എടുക്കണോ എന്നൊക്കെ ആലോചിക്കുകയാണ്. ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യക്കാരായിരിക്കും, എന്തായാലും എടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി കോൾ എടുക്കുകയാണ്. എന്നിട്ട് ഫോണിലുള്ള ആൾ ചോദിക്കുന്നുണ്ട്, ഹലോ ദേവയാനി, നീ ഇപ്പോൾ എവിടെയാണ്? ഇതാരായിരിക്കും, എവിടെയോ കേട്ട് പറഞ്ഞ ശബ്ദം പോലെയുണ്ടല്ലോ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ ദേവയാനി, നിനക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ദേവയാനി, സോറി എനിക്ക് മനസ്സിലായില്ല, പക്ഷേ ഈ ശബ്ദം നല്ല കേൾവിയുണ്ട്. അത് കേട്ട് പറയുകയാണ്, നീയൊക്കെ എവിടുത്തെ ഫ്രണ്ടാണ് ദേവ? ഞാൻ സിത്താരിയാണ്, നിനക്ക് എന്നെ മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും നീ എന്നെ മറന്നു പോയാലും ഞാൻ ഒരിക്കലും നിന്നെ മറക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടുകാരി. ഈ സിത്താരയായിരുന്നു വിളിച്ചത് എന്നൊക്കെ ഓർക്കുമ്പോൾ ദേവയാനിക്കാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട്. അയ്യോ സിത്താര, നിന്നെ മറന്നു പോയൊന്നും നീ പറയരുത് കേട്ടോ. നിന്നെ ഇടയ്ക്കെല്ലാം ഞാൻ ഓർക്കാറുണ്ട്, പക്ഷെ ഫോണിലൂടെ പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായില്ല എന്ന് മാത്രം എന്നൊക്കെ വളരെ സന്തോഷത്തോടെ തന്നെ പറയുകയാണ് ദേവയാനി. അല്ല, നിന്റെ നമ്പറൊക്കെ എൻ്റെ ഫോണിൽ സേവ്ഡ് ആണല്ലോ, ഇതേത് നമ്പറാണ് എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, അതൊന്നും പറയേണ്ട ദേവയാനി, എൻ്റെ ഫോൺ അങ്ങ് മിസ്സായി, അതുവരേക്ക് എനിക്ക് ഉപയോഗിക്കാൻ ഫോൺ വേണ്ടേ, അതുകൊണ്ട് ഞാൻ പുതിയൊരു ഫോൺ വാങ്ങിച്ചു, അതിനുശേഷം വേറെ നമ്പറാണ് എന്നൊക്കെ പറയുകയാണ് ഫ്രണ്ട്. ആ സമയം ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല സിത്താര, നിനക്ക് ലണ്ടനിൽ സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ എന്താ, എനിക്കിവിടെ പരമസുഖമാണ്. അല്ല ദേവയാനി, ഞാനൊരു കാര്യം പറയാനാണ് നിന്നെ വിളിച്ചത്. എന്താ സിത്താരെ, വല്ല വിശേഷവും ഉണ്ടോ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ വിശേഷമുണ്ടല്ലോ ദേവയാനി, നീ എല്ലാം മറന്നുപോയോ? നെക്സ്റ്റ് മന്ത് എൻ്റെ മകൻ്റെ വിവാഹമാണ്. എല്ലാം പെട്ടെന്നായിരുന്നു, വേറെ ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നിന്നെ വിവരം അറിയിക്കാനൊന്നും പറ്റിയില്ല. അടുത്ത മാസം എൻ്റെ മകൻ്റെ വിവാഹമാണ്. എന്തായാലും നീ ഇങ്ങോട്ട് വരണം, വിവാഹത്തിൻ്റെ കുറച്ച് ദിവസം മുൻപേ തന്നെ നീ ഇങ്ങോട്ട് വരണം. നമ്മുടെ മകൻ്റെ വിവാഹമല്ലേ, ഞാൻ എന്തായാലും നേരത്തെ തന്നെ വരാം എന്ന് ദേവയാനിയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ തന്നെ പറയുന്നുമുണ്ട്. ആ സമയം സിത്താര പറയുന്നുണ്ട്, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, നീ അനന്തപുരി തറവാട്ടിലെ വളരെ ബിസിയുള്ള ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് സിത്താര കളിയാക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിന്റെ മകൻ്റെ വിവാഹം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ വിവാഹം പോലെ തന്നെയല്ലേ സിത്താരെ, അതുകൊണ്ട് ഞാൻ എന്തായാലും നേരത്തെ തന്നെ വരും എന്ന് ദേവയാനി വാക്ക് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് സിത്താര പറയുന്നുണ്ട്, നീ എന്തായാലും അങ്ങ് എത്തിയാൽ മതി, അനന്തപുരിയിലുള്ളവരെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ ആദർശ് മോഹൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇടപിടിയിലായിരുന്നു എൻ്റെ ലണ്ടനിലേക്കുള്ള പോക്ക്, അതുകൊണ്ട് തന്നെ ആദർശ് മോഹൻ്റെ വൈഫിനെ ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എല്ലാവരെയും കാണാൻ വേണ്ടി ഉടനെ തന്നെ ഞാൻ അനന്തപുരിയിലേക്ക് വരാം. എന്നാൽ പെട്ടെന്ന് നയനിയുടെ പേര് പറഞ്ഞപ്പോൾ ദേവയാനിയുടെ മുഖം അങ്ങ് മാറും. എന്നിട്ട് സിത്താര വാ തോരാതെ ഓരോന്ന് പറയുന്ന സമയത്ത് ദേവയാനി ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. സമയത്ത് സിത്താര ചോദിക്കും, നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് പറയുമ്പോൾ ദേവയാനി പറയും, ഒന്നുമില്ല, നിന്നെ കുട്ടിക്കാലം മുതൽ കാണുന്നതല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ ദേവ എന്നൊക്കെ സിത്താര ചോദിക്കുമ്പോൾ പിന്നെ നിനക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ നീ ഒന്നും പറയണ്ട, എന്തായാലും ഞാൻ വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവുമല്ലോ. മിക്കവാറും ഇന്ന് തന്നെ ഞാൻ അനന്തപുരിയിലേക്ക് വരും, അവിടുത്തെ അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് കാര്യങ്ങളെല്ലാം പറയണം. കല്യാണത്തിന് മൂർത്തി സാറെ എന്തായാലും വിളിക്കണമെന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് എന്നൊക്കെ സിത്താര പറയുകയാണ്. എന്തായാലും വളരെ സന്തോഷം, നീ വരുന്ന കാര്യം ഞാൻ ഇവിടെ എല്ലാവരോടും പറയാം എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അതൊന്നും വേണ്ട, എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാം. അങ്ങനെ ഫോണിലൂടെ അവർ എല്ലാ കാര്യങ്ങളും സംസാരിച്ചതിന് ശേഷം കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. ദേവയാനി സന്തോഷത്തോടെ ജയേട്ട എന്ന് വിളിക്കുന്ന സമയത്ത് ജയൻ ചോദിക്കുകയാണ്, എന്താ ദേവ, നീ വളരെ സന്തോഷത്തിലാണല്ലോ, സിത്താര വിളിച്ചിരുന്നു എന്ന് ദേവയാനി പറയുന്ന സമയത്ത് ഏത് സിത്താര എന്ന് ചോദിക്കുകയാണ് ജയൻ. അതെ, ലണ്ടനിലുള്ള എൻ്റെ ഫ്രണ്ടില്ലേ സിത്താര മോഹൻ, മോഹൻ വക്കീലിൻ്റെ വൈഫ്, സിത്താര ലണ്ടനിൽ വന്നോ എന്നൊക്കെ ജയൻ ചോദിക്കുമ്പോൾ അതേ ജയേട്ട, ഇന്നലെ എത്തിയേ ഉള്ളൂ, ഇപ്പോൾ സിത്താര വിളിച്ചിരുന്നു അർജൻ്റെ വിവാഹക്കാര്യം പറഞ്ഞ്, അനന്തപുരി എല്ലാവരോടും നേരത്തെ തന്നെ അവൾ വിവാഹത്തിന് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ സമയം ജയൻ ചോദിക്കുന്നുണ്ട്, സിത്താര ഇത് എന്ത് പണിയാണ് ചെയ്തത്, ഫോണിലൂടെയാണോ വിവാഹം ക്ഷണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് ജയേട്ട, ഫോണിലൂടെ എന്നോട് മാത്രമായിട്ടാണ് പറഞ്ഞത്, അവൾ വിവാഹം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, അവൾ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയം ജയൻ ചോദിക്കുകയാണ്, ആഹാ, സിത്താര ഇങ്ങോട്ട് വരുന്നുണ്ടോ, അവൾക്ക് നല്ലൊരു വിരുന്ന് കൊടുക്കണ്ടേ എന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് തന്നെ നയനയോട് പറയട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ എന്നൊക്കെ ജയൻ പറയുമ്പോൾ ജയേട്ടനറിയാലോ സിത്താര ഒരു ഭക്ഷണ കൊതിയെത്തിയാണ്, അതുകൊണ്ട് തന്നെ രുചിയുള്ള ഭക്ഷണം അവൾ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ അവൾ വാനോളം പുകഴ്ത്തു എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ആ സമയത്ത് ജയൻ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, ഗാനമോളുടെ ഒരു നല്ല കാര്യമെങ്കിലും നീ തിരിച്ചറിയുന്നുണ്ടല്ലോ. എന്നാൽ അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അതേ ചെയ്യട്ടാ, അവൾ വലിയൊരു കൊമ്പത്തെ പാചകക്കാരിയാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സമയം ജയൻ പറയുന്നുണ്ട്, മതി മതി, നീ എന്തായാലും നയനമോളുടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറ എന്ന് പറഞ്ഞുകൊണ്ട് ജയൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലേക്കുള്ള സിത്താരയുടെ എൻട്രിയാണ്.
സിത്താരയുടെ കാറിൻ്റെ ഓണോട് കേട്ട് ദേവ്യാനി വളരെ സന്തോഷത്തിൽ സ്വീകരിക്കാൻ വേണ്ടി ആദ്യം തന്നെ വരുന്നുണ്ട്. ആ സിത്താര കാറിൽ വന്നിറങ്ങുന്നത് സ്റ്റൈലിഷ് ആയിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ദേവ്യാനിയെ പോലെ തന്നെ വളരെ സുന്ദരിയാണ് സിത്താരയും. സിത്താര ഇങ്ങനെ വന്നിറങ്ങുന്നത് കണ്ട് എല്ലാവരും ഷോക്കഡ് ആയിട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള സിത്താരയുടെ വരവ് കണ്ട് അനാമികയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമാവുന്നില്ല. സമയം അനാമിക ഞാൻ ചിന്തിക്കുകയാണ്, ഇത് ഇതുവരെ കാണാത്ത ഒരാളാണല്ലോ, ഇത് ഏത് ഐറ്റം ആകും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ദേവ്യാനി ആണെങ്കിൽ സിത്താരയെ കണ്ട ഉടനെ തന്നെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ദേവ്യാനി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സിത്താരയെ കാണുന്നത്. ആ സമയം സിത്താര ചോദിക്കുന്നുണ്ട്, എന്താ ദേവ, ഇത്രയും കാലമായിട്ട് നിന്റെ സൗന്ദര്യത്തിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ലല്ലോ. ദേവ്യാനി പറയുകയാണ്, നീ വന്ന ഉടനെ തന്നെ എൻ്റെ സൗന്ദര്യത്തിൽ ഇങ്ങനെ കണ്ണിടുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അയ്യോ ദേവ്യാനി, ഞാനൊന്ന് പറഞ്ഞില്ലേ, നീ ഇപ്പോഴും സുന്ദരി തന്നെയാണ്. അങ്ങനെ ജലജ സിത്താരയോട് ചോദിക്കുകയാണ്, എന്താണ് ഈ വഴിയൊക്കെ, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെന്താ, എനിക്ക് ഈ വഴിക്കൊക്കെ വന്നൂടെ, ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു, നിന്റെ ആ പണ്ടത്തെ കുശുമ്പ് സ്വഭാവം ഒക്കെ മാറിയോ എന്ന് സിത്താര ജലജയോട് ചോദിക്കുകയാണ്. ഇതെന്താ അങ്ങനെ പറഞ്ഞത്, എനിക്ക് കുശുമ്പ് സ്വഭാവമാണോ എന്നൊക്കെ ജലജ ചോദിക്കുമ്പോൾ, അതെ, ദേവ്യാനി വിളിക്കുമ്പോൾ പറയാറുണ്ട് നീ ഓരോന്ന് ഒപ്പിച്ചു വെച്ച കാര്യമൊക്കെ. അത് കേട്ടപ്പോൾ ജലജയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഈ ഏട്ടത്തിക്ക് ഏത് നേരവും എൻ്റെ കുറ്റം പറയലാണോ പണി എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ജലജ. ഇനി സിത്താര നോക്കുന്നത് അനാമികയാണ്. അനാമികയെ കണ്ട ഉടനെ തന്നെ ഇങ്ങനെ സിത്താര മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ അനാമികയെ എവിടെയാണ് കണ്ടത് എന്ന് സിത്താരയ്ക്ക് പെട്ടെന്ന് അങ്ങ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് സിത്താര അനാമികയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ദേവ്യാനി, ഇത് നിന്റെ മരുമകളാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവ്യാനി ആണെങ്കിൽ ആകെ ഷോക്കഡ് ആവുകയാണ്. അങ്ങനെ നയന തൻ്റെ മരുമകളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അനാമികയെ കാണിച്ചുകൊണ്ട് ഇത് എൻ്റെ മരുമകളാണ് എന്ന് പറയുകയാണ്. ദേവ്യാനി ഇങ്ങനെ പറയുന്നത് കേട്ട് ജലജയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമായില്ല. അതി സിത്താരെ, ഇത് അനിയുടെ വൈഫാണ്, എൻ്റെ മരുമകൾ. ആദർശിൻ്റെ വൈഫ് ഇതല്ല, ആദർശിൻ്റെ വൈഫിനെയാണ് ചോദിച്ചത് എന്ന് സിത്താര പറയുന്ന സമയത്ത് അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇവർക്കെന്താ ഞങ്ങളെയൊന്നും പറ്റിയില്ലേ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ദേവ്യാനിക്കാണെങ്കിൽ ആകെ ഷോക്കഡ് ആവുകയാണ്. ദേവ്യാനി പറയുകയാണ്, നീ ഇവിടെ തന്നെ നിൽക്കുകയാണോ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സിത്താരയും കൂട്ടിക്കൊണ്ട് ഹാളിലേക്ക് പോവുകയാണ്. അങ്ങനെ നയന അവർക്കുള്ള വെള്ളവുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. നയനയെ കണ്ടതും സിത്താരയ്ക്കാണെങ്കിൽ നല്ല ഇഷ്ടമാകും. എന്നിട്ട് അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നല്ല ഐശ്വര്യമുള്ള കുട്ടി. അങ്ങനെ പിറകെ തന്നെ നവി വരുന്നത് കണ്ട് സിത്താര ചോദിക്കുന്നുണ്ട്, ആ ദേവ്യാനി, ഇതാണ് നിന്റെ മരുമകൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ നവിയാണെങ്കിൽ വളരെ ഗൗരവത്തോടെയാണ് അങ്ങോട്ട് വരുന്നത്. സമയം ജലജ പറയുന്നുണ്ട്, ഇതൊന്നുമല്ല ഏട്ടത്തിയുടെ മരുമകൾ. എന്നിട്ട് നയനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയുകയാണ്, ഇവളാണ് ഏട്ടത്തിയുടെ മരുമകൾ. കുട്ടിയാണോ ആദർശിൻ്റെ വൈഫ് എന്ന് സിത്താര നയനയോട് ചോദിക്കുമ്പോൾ അതേ ആൻറ്റി എന്ന് നയന മറുപടി പറയുന്നുണ്ട്. ആ സമയം സിത്താര, എന്താ ദേവ്യാനി ഇത്, ആദർശിൻ്റെ ഭാര്യ വെള്ളവുമായി എൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ ഞാൻ വെറും സെർവൻ്റ് ആണെന്ന് കരുതി. എന്നാൽ പെട്ടെന്ന് അങ്ങ് തുറന്നടിച്ചതുപോലെ സിത്താര അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നയനയ്ക്കാണെങ്കിൽ അങ്ങ് വല്ലാതെ ആവുന്നുണ്ട്. അനാമികയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ട് സന്തോഷമായിട്ട് ഉള്ളിൽ അങ്ങ് ചിരിക്കുകയാണ് അനാമിക. അങ്ങനെ അനാമിക പറയുന്നുണ്ട്, അതെ ആൻറ്റി, ഇവളെ കണ്ടാൽ ഒരു സെർവൻറ്റിനെ പോലെ തന്നെയാണ് തോന്നുക. അത് കേട്ടത് സിത്താരയ്ക്കാണ് അങ്ങ് ദേഷ്യം വരികയാണ്. സിത്താര അനാമികയോട് വളരെ ദേഷ്യത്തോടെ തന്നെ സംസാരിക്കുകയാണ്. അതെ, ഞാൻ മുഖത്തേക്കൊന്ന് നോക്കിയിട്ടല്ല ഇവൾ സെർവൻ്റ് ആണോ എന്നൊക്കെ പറഞ്ഞത്. അനന്തപുരി പോലൊരു തറവാട്ടിൽ സെർവൻ്റ് ആയിരിക്കും വെള്ളം കൊണ്ടുവരിക എന്ന് കരുതി. പെട്ടെന്ന് ഞാൻ വെള്ളമായി വരുന്നത് കണ്ടപ്പോൾ സെർവൻ്റ് ആണെന്ന് കരുതി. അത്ര മാത്രമേ ഞാൻ കരുതിയുള്ളൂ, അല്ലാതെ വേറെ അർത്ഥത്തിലൊന്നും നിങ്ങൾ കരുതണ്ട എന്ന് പറയുകയാണ് സിത്താര. സിത്താര പറയുന്ന സമയത്ത് അനാമികയാണെങ്കിൽ ആകെ ചമ്മി നിൽക്കുകയാണ്. ആ സമയം ജാനകി അനാമികയോട് പറയുന്നുണ്ട്, ഇവരോട് ഇങ്ങനെ ഇടയ്ക്ക് കയറി ഒന്നും ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അനാമികയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അനാമികയുടെ ഈ പ്രവൃത്തിയെല്ലാം കണ്ടിട്ട് സിത്താരയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ സിത്താരയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. എന്നാലും ഞാൻ ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് സിത്താര. അങ്ങനെ കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം അനാമിക ആരാണെന്ന കാര്യം സിത്താരയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. സിത്താര നാട്ടിലേക്ക് വരുമ്പോൾ താമസിക്കാൻ വേണു ഒരു വീട് റെഡിയാക്കി കൊടുത്തിരുന്നു. അങ്ങനെ സിത്താര ഇല്ലാത്ത സമയത്ത് വേണു ആ വീട് റെന്റിന് കൊടുക്കുകയും അങ്ങനെ ഒരുപാട് ക്യാഷ് കൊടുക്കാനുണ്ട് വേണു സിത്താരയുടെ അച്ഛന്. അങ്ങനെ വേണു സിത്താരയും തമ്മിൽ ഒരുപാട് ക്യാഷിൻ്റെ ഇടപാടുകളൊക്കെ ഉണ്ട്. അങ്ങനെ അനാമിയെ കാണുന്ന സമയത്ത് വേണു ഇതെല്ലാം ഓർത്തെടുക്കുകയാണ്. അങ്ങനെ സിത്താര അനാമിയെ കണ്ടതിന് ശേഷം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ ഇവളാണല്ലേ ഇവിടുത്തെ ഇളയ മരുമകൾ. അങ്ങനെ സിത്താര അനാമികയെ നോക്കി എന്തൊക്കെയോ ചിന്തിക്കുന്ന സമയത്ത് ദേവ്യാനി ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താ സിത്താര നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്. സോറി ദേവ, നീ എന്തൊക്കെയോ ആലോചിച്ചു പോയി. സോറി മോളെ, ആദർശിൻ്റെ അമ്മയായ ഇവരിവിടെ നിൽക്കുന്നുണ്ട്, എങ്കിലും ഇവരെങ്കിലും പറയണ്ടേ ഇതാണ് എൻ്റെ മരുമകളെന്ന്. സോറി മോളെ എന്ന് സിത്താര നയനയോട് പറയുന്ന സമയത്ത് ഞാന പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല ആൻറ്റി, ഞാനിപ്പോൾ വന്നത് നിങ്ങളെല്ലാവരെയും വിവാഹം വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത മാസമാണ് എൻ്റെ മോൻ്റെ വിവാഹം. ആദർശിൻ്റെ അതേ പ്രായമാണ് എൻ്റെ മോനും. അങ്ങനെ സിത്താര വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ നയനയോട് ചോദിക്കുന്ന സമയത്ത് ദേവിയാനിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമാവുന്നില്ല. സിത്താരെ, നീ ഇവളോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കണ്ട, റൂമിലേക്ക് പോയിക്കോ, ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നൊക്കെ പറയുകയാണ് ദേവയാനി. ഞാൻ നയനയോട് സംസാരിക്കുന്നത് നിനക്കെന്താണ് കുഴപ്പം.
ഞാൻ എൻ്റെ മകളോടാണ് സംസാരിച്ചത്. നീ നിന്റെ കുശുമ്പും എല്ലാം മാറ്റി വെച്ചിട്ട് നയനയോട് നല്ല രീതിയിൽ തന്നെ പെരുമാറണം. സിത്താര ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് ദേവയാനിക്ക് നയനയോട് നല്ല ദേഷ്യം വരുന്നുണ്ട്. സിത്താര, നീ കുറേ ദൂരം യാത്ര ചെയ്തൊക്കെ വന്നതല്ലേ, നീ ആദ്യം പോയി ഫ്രഷ് ആക്. അത് ദേവയാനി, നീ എൻ്റെ കൂടെ വാ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് സിത്താര ദേവയാനിയോട് പറയുകയാണ്. അവളെക്കുറിച്ചാണോ, ആ നയനെക്കുറിച്ചാണോ നിനക്ക് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ ദേവയാനി നിനക്ക് നിന്റെ മരുമകളോട് ഇത്ര ദേഷ്യം? ആ കഥകളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ, ആ കഥകളൊക്കെ ഞാൻ അറിഞ്ഞതാണ്, പക്ഷേ അതിനുശേഷമുള്ള കഥകൾ ഞാൻ അറിഞ്ഞു. വേണുമായിട്ട് എൻ്റെ ഏട്ടനെ വിളിക്കാറുണ്ട്. അങ്ങനെ കഥകളൊക്കെ അറിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ വെറുത്തത് നിന്റെ മരുമകളെയായിരുന്നു. എന്നാൽ പിന്നീട് ഞാൻ നയനമോളുടെ കഥകൾ അറിഞ്ഞപ്പോൾ എനിക്ക് അവളുടെ ഒരുപാട് സ്നേഹം തോന്നിപ്പോയി എന്നൊക്കെ പറയുകയാണ് സിത്താര. ആ സമയത്ത് ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. നീ ഈ കാര്യങ്ങളൊക്കെ പറയാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കും. അതൊന്നുമല്ല ദേവ, എനിക്ക് അനിയുടെ വൈഫിനെ കുറിച്ച് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറയും സിത്താര. എന്താ നിനക്ക് അനാമിക മോളെ കുറിച്ച് പറയാനുള്ളത് എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോൾ, നിങ്ങൾ വിവാഹത്തിന് മുമ്പ് ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ, അതോ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ അനിക്ക് മതി എന്ന് കരുതിയിട്ടാണോ ആ കുട്ടിയെ വിവാഹം കഴിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് സിത്താര. ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വളരെ മോശമാണ്. അവളും അവളുടെ അച്ഛനും അമ്മയും മഹാ ഫ്രോഡുകളാണ്. തട്ടിച്ചും വെട്ടിച്ചും എല്ലാം പണം ഉണ്ടാക്കലാണ് ആ കുടുംബത്തിലെ മെയിൻ ഹോബി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സിത്താര. താൻ ഒത്തിരി സ്നേഹിക്കുന്ന, അത്രയും ബഹുമാനിക്കുന്ന അനാമികയുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ട് ദേവയാനിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരികയാണ്. ദേവയാനിയാണെങ്കിൽ സിത്താര പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ട് അനാമിക അങ്ങ് പൊളിച്ചെടുക്കുന്നുണ്ട് സിത്താര. അനാമികയുടെ കൂട്ടുകാരി അനന്തപുരി തറവാട്ടിലേക്ക് വരുന്നതും അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് സിത്താര അനാമികയ്ക്ക് ഇട്ട് നല്ല പണി കൊടുക്കുന്നുണ്ട്.